ഡിയർ ഫ്രണ്ട്സ്, ഹാവ് എ നൈസ് ഡേ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഫിസിക്സിലെ 2ാമത്തെ പാഠത്തിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് സമവേഗവും അസമവേഗവും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വേഗത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് വേഗത? ഒരു വസ്തു യൂണിറ്റ് സമയത്തിൻ്റെ ഉള്ളിൽ സഞ്ചരിച്ച ദൂരത്തെയാണ് നമ്മൾ എന്തു പറയുന്നത്? വേഗത എന്ന് പറയുന്നത്. യൂണിറ്റ് സമയത്തിനുള്ളിൽ ഒരു വസ്തു സഞ്ചരിച്ച ദൂരത്തെ നമ്മൾ വേഗത എന്ന് പറയുന്നു. വേഗത രണ്ട് വിധമുണ്ട്. സമവേഗതയുണ്ട്, അസമവേഗതയുണ്ട്. ഒരു വസ്തു എപ്പോഴാണ് സമവേഗതയിൽ സഞ്ചരിക്കുക, ഒരു വസ്തു എപ്പോഴാണ് അസമവേഗതയിൽ സഞ്ചരിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുന്നത്. നമുക്ക് നോക്കാം. എല്ലാവരും ഈ ചിത്രം ഒന്ന് ശ്രദ്ധിക്കുക. കണ്ടോ, എന്താണ് ആ ചിത്രത്തിൽ കാണുന്നത്? ഒരു കാറ് സഞ്ചരിച്ചതാണല്ലേ. ആ കാറിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? ആ ചിത്രത്തിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? വിവിധ സമയങ്ങളിൽ കാറ് സഞ്ചരിച്ച ദൂരം തന്നിട്ടുണ്ട്. അതായത് വിവിധ ഇടവേളകളിൽ കാറ് സഞ്ചരിച്ച ദൂരം തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിത്രം നോക്കിയിട്ട് ഒരു പട്ടിക പൂർത്തിയാക്കാം. എന്തൊക്കെയാണ് ആ പട്ടികയിൽ ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. എല്ലാവരും പട്ടിക ശ്രദ്ധിക്കാം. കാറിൻ്റെ ആദ്യ സ്ഥാനം എവിടെയാണ്? എ ആണല്ലേ. കാർ എയിൽ നിന്നും എങ്ങോട്ട് സഞ്ചരിച്ചു? ബിയിലേക്ക് സഞ്ചരിച്ചു. എയിൽ നിന്നും ബിയിലേക്ക് എത്ര ദൂരമാണ് സഞ്ചരിച്ചത്? നമുക്ക് നോക്കാം. 20 മീറ്റർ അല്ലേ. അതിനെത്ര സമയം എടുത്തിട്ടുണ്ട്? 2 സെക്കൻഡ് സമയം എടുത്തിട്ടുണ്ട്. അപ്പോൾ വേഗത എന്താണ്? സഞ്ചരിച്ച ദൂരം ബൈ സമയം അല്ലേ. 20/2 സമയം എത്ര കിട്ടും? 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് എത്രയാണ്? ബിയിൽ നിന്നും സിയിലേക്ക്. ബിയിൽ നിന്നും സിയിലേക്ക് എത്രയാണ് വരുന്നത്? അതും 20 മീറ്റർ ആണല്ലേ. 20 മീറ്റർ. ബിയിൽ നിന്നും സിയിലേക്ക് 20 മീറ്റർ ആണ്. അതിനെത്ര സമയം എടുത്തിട്ടുണ്ട്? അതും 2 സെക്കൻഡ്. കാരണം മൊത്തം 4 സെക്കൻഡാണ്. അപ്പോൾ ബിയിൽ നിന്നും സിയിലേക്ക് എത്താൻ ആകെ 2 സെക്കൻഡ്. അപ്പോൾ ദൂരം വേഗത എന്തായിരിക്കും? 20/2 സമം 10 മീറ്റർ പെർ സെക്കൻഡ്. ഇനി അടുത്തത് കാറ് എവിടെ നിന്ന് എങ്ങോട്ടാണ്? സിയിൽ നിന്നും ഡിയിലേക്ക് അല്ലേ. സിയിൽ നിന്നും ഡിയിലേക്ക് എത്ര മീറ്റർ ഉണ്ട്? ഡി വരെ 60 മീറ്റർ ആണ്, സി വരെ 40. അപ്പോൾ ആകെ സിയിൽ നിന്നും ഡിയിലേക്ക് 20 മീറ്റർ. അപ്പോൾ സിയിൽ നിന്നും ഡിയിലേക്ക് 20 മീറ്റർ. സമയം 2 സെക്കൻഡ് തന്നെ. അപ്പോൾ വേഗത എന്തായിരിക്കും? 20/2 10 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഡിയിൽ നിന്നും എഫിലേക്കാണെങ്കിലോ? ഡിയിൽ നിന്നും ഇയിലേക്കാണെങ്കിലോ? ഡിയിൽ നിന്നും ഇയിലേക്കാണെങ്കിൽ 20 മീറ്റർ. സമയം എത്രയാണ്? 2 സെക്കൻഡ്. വേഗത എത്രയാണ്? 20/2 10 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഇയിൽ നിന്നും എഫിലേക്കാണെങ്കിലോ? ഇയിൽ നിന്നും എഫിലേക്കാണെങ്കിലും സഞ്ചരിച്ച ദൂരം 20 മീറ്റർ. സമയം എത്ര സെക്കൻഡാ? 2 സെക്കൻഡ്. വേഗതയോ? 10 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. ഈ പട്ടിക പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം കാണാൻ സാധിക്കും. ഓരോ 2 സെക്കൻഡിലും വസ്തു സഞ്ചരിച്ചത് എത്ര മീറ്ററാണ്? 20 മീറ്ററാണ്. അതായത് വസ്തുവിൻ്റെ വേഗത എല്ലാ സമയത്തും എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. വേഗത കൂടുന്നില്ല, കുറയുന്നില്ല. ഓരോ 2 സെക്കൻഡിലും 20 മീറ്റർ ദൂരം സഞ്ചരിച്ചതുകൊണ്ട് വസ്തുവിൻ്റെ വേഗത എല്ലായ്പ്പോഴും 10 മീറ്റർ പെർ സെക്കൻഡാണ് എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കാറിൻ്റെ ചലനം എന്ത് തരം ചലനമാണ്? സമചലനമാണ് അല്ലേ. തുല്യ ഇടവേളകളിൽ തുല്യ ദൂരം സഞ്ചരിക്കുമ്പോൾ കാറിൻ്റെ ചലനവും സമചലനമാണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ കാർ സഞ്ചരിക്കുന്നത് ഏത് വേഗതയിലായിരിക്കും? സമവേഗതയിലായിരിക്കും. നമ്മൾ ആ പട്ടിക പരിശോധിച്ചപ്പോൾ നമ്മൾ കണ്ടു ഓരോ സമയത്തും നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡാണ്. അപ്പോൾ കൃത്യമായ ഇടവേളകളിൽ ഒരു വസ്തു സഞ്ചരിച്ച ദൂരം തുല്യമാണെങ്കിൽ വസ്തു സഞ്ചരിക്കുന്നത് സമവേഗതയിലാണെന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് മറ്റൊരു കാര്യം നോക്കാം. ഈ ഒരു ചിത്രം ശ്രദ്ധിക്കുക. ഒരു കാറ് എയിൽ നിന്നും എഫ് വരെ സഞ്ചരിച്ചതാണ് ചിത്രത്തിൽ തന്നിട്ടുള്ളത്. ഓരോ 2 സെക്കൻഡ് ഇടവേളകളിൽ കാറ് സഞ്ചരിച്ച ദൂരവും തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. എ മുതൽ ബി വരെ കാറ് എത്ര ദൂരം സഞ്ചരിച്ചു? 5 മീറ്റർ ദൂരം സഞ്ചരിച്ചു. കാറിൻ്റെ സഞ്ചരിച്ച സമയം എത്ര സെക്കൻഡാണ്? 2 സെക്കൻഡാണ്. വേഗത എങ്ങനെ കാണുക? സഞ്ചരിച്ച ദൂരം ബൈ സമയം 2.5 മീറ്റർ പെർ സെക്കൻഡ്.
അടുത്തത് ബിയിൽ നിന്നും സിയിലേക്ക് കാർ സഞ്ചരിച്ചത് എത്ര മീറ്റർ ദൂരമാണ്? 15 മീറ്റർ ദൂരമാണ്. അതിന് എടുത്ത സമയം എത്രയാണ്? 2 സെക്കൻഡ് വീതമാണ്. അങ്ങനെയാണെങ്കിൽ വേഗത എത്രയാണ്? 7.5 മീറ്റർ പെർ സെക്കൻഡ്. അടുത്തത് നോക്കൂ, സിയിൽ നിന്നും ഡിയിലേക്കാണ് അല്ലേ? സിയിൽ നിന്നും ഡിയിലേക്ക് എത്ര മീറ്റർ ദൂരമുണ്ട്? 6 മീറ്റർ ദൂരമേ ഉള്ളൂ. അതിന് എത്ര സമയം എടുത്തിട്ടുണ്ട്? 2 സെക്കൻഡ് സമയം എടുത്തിട്ടുണ്ട്. അപ്പോൾ വേഗത എന്താണ്? 6/2 അല്ലേ? സഞ്ചരിച്ച ദൂരം ബൈ സമയം 3 മീറ്റർ പെർ സെക്കൻഡ്. അടുത്തത് നോക്കൂ, ഡിയിൽ നിന്നും ഇയിലേക്ക് എത്ര മീറ്റർ ആണ്? 44 മൈനസ് 26 അല്ലേ? മൊത്തം 18 മീറ്റർ. അതിനും 2 സെക്കൻഡ് സമയം എടുത്തിട്ടുള്ളൂ. അപ്പോൾ എത്ര മീറ്റർ പെർ സെക്കൻഡാണ് വേഗത? 9 മീറ്റർ പെർ സെക്കൻഡ്. അടുത്തത് നോക്കൂ, ഇയിൽ നിന്നും എഫിലേക്ക് ആകെ 6 മീറ്ററേ ഉള്ളൂ. 2 സെക്കൻഡ് സമയം എടുത്തിട്ടുണ്ട്. എത്ര വേഗത? 3 മീറ്റർ പെർ സെക്കൻഡാണ് വേഗത. ഈ പട്ടിക വിശകലനം ചെയ്താൽ നമുക്കൊരു കാര്യം കാണാൻ സാധിക്കും. ഓരോ 2 സെക്കൻഡ് സമയത്തിൻ്റെ ഉള്ളിലും വസ്തു സഞ്ചരിച്ച ദൂരം തുല്യമാണോ? ഒരിക്കലും അല്ല. അല്ലേ? ഓരോ 2 സെക്കൻഡിലും ഒരേ ദൂരമാണോ? അല്ല. അതുകൊണ്ട് തന്നെ വസ്തുവിൻ്റെ വേഗതയും നോക്കി ഒരേ വേഗതയാണോ കിട്ടിയത്? അല്ല, വ്യത്യസ്ത വേഗതയാണ്. അപ്പോൾ വസ്തുവിൻ്റെ ചലനം അസമചലനമാണെന്ന് നമുക്ക് പറയാം. അതായത് വസ്തുവിൻ്റെ വേഗത അസമ വേഗതയാണെന്ന് പറയാം. അപ്പോൾ എപ്പോഴാണ് ഒരു വസ്തു അസമവേഗതയിൽ സഞ്ചരിക്കുന്നത്? കൃത്യമായ ഇടവേളകളിൽ വസ്തു സഞ്ചരിച്ച ദൂരം തുല്യമല്ലെങ്കിൽ വസ്തുവിൻ്റെ വേഗത വ്യത്യാസപ്പെടും. അതായത് വസ്തു അസമവേഗതയിലാണ് സഞ്ചരിക്കുന്നതെന്ന് പറയാം. അല്ലേ? ഓരോ 2 സെക്കൻഡിലും ഒരേ വേഗതയാണോ അല്ലെങ്കിൽ ഒരേ ദൂരമാണോ സഞ്ചരിക്കുന്നത്? അല്ല. ഓരോ 2 സെക്കൻഡിലും വ്യത്യസ്ത ദൂരം സഞ്ചരിക്കുന്നത് കൊണ്ട് വസ്തുവിൻ്റെ വേഗതയും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വസ്തു അസമ ചലനത്തിലാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ കൃത്യമായ ഇടവേളകളിൽ വസ്തു സഞ്ചരിക്കുന്ന ദൂരം തുല്യമാണെങ്കിൽ വസ്തു സമവേഗതയിലും അത് തുല്യമല്ലെങ്കിൽ വസ്തു അസമ വേഗതയിലും ആയിരിക്കുമെന്ന് നമുക്ക് പറയാം. അപ്പോൾ സമവേഗതയുടെ നിർവചനം എന്താണ്? ചലനത്തിലുള്ള ഒരു വസ്തു തുല്യസമയ ഇടവേളകളിൽ തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ വസ്തുവിൻ്റെ വേഗം സമവേഗമാണ്. എന്നാൽ തുല്യസമയ ഇടവേളകളിൽ തുല്യ ദൂരമല്ല സഞ്ചരിക്കുന്നതെങ്കിൽ വസ്തുവിൻ്റെ വേഗം എന്തായിരിക്കും? അസമവേഗമായിരിക്കും. അതായത് ആദ്യത്തെ ചിത്രത്തിൽ കാർ ഓരോ സെക്കൻഡിലും കൃത്യമായിട്ട് 20 മീറ്റർ ദൂരമാണ് സഞ്ചരിച്ചത്. അപ്പോൾ എല്ലാ സമയത്തും വേഗത 10 മീറ്റർ പെർ സെക്കൻഡ്. എന്നാൽ രണ്ടാമത്തെ ചിത്രത്തിൽ കാറ് ഓരോ 2 സെക്കൻഡ് സമയത്തിലും ഓരോ ദൂരമാണ് സഞ്ചരിക്കുന്നത്, വ്യത്യസ്ത ദൂരമാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേഗതയും വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ ചലനം അസമ ചലനമാണ്, വസ്തുവിൻ്റെ വേഗത അസമ വേഗതയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ അസമചലനത്തിലിരിക്കുന്ന ഒരു വസ്തു, അതായത് അസമവേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ യഥാർത്ഥ വേഗത എത്രയാണ്? സമവേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ വേഗത എല്ലായ്പ്പോഴും ഒരുപോലെയാണ്. എന്നാൽ അസമവേഗതയിൽ സഞ്ചരിക്കുമ്പോൾ വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത വേഗതയാണ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ വസ്തുവിൻ്റെ വേഗത എത്രയാണെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ പറയേണ്ടത് ശരാശരി വേഗതയാണ്. എന്താണ് ശരാശരി വേഗത? വസ്തു ആകെ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് നോക്കുക, അതിനെത്ര സമയമെടുത്തു നോക്കുക. അപ്പോൾ ആകെ സമയത്ത് ആകെ എത്ര ദൂരം സഞ്ചരിച്ചു, ഇതിൻ്റെ അളവാണ് എന്ത്? ശരാശരി വേഗത. അപ്പോൾ ശരാശരി വേഗത എന്ന് പറഞ്ഞാൽ എന്താ? സഞ്ചരിച്ച ആകെ ദൂരം ബൈ ആകെ സമയം. സഞ്ചരിച്ച ആകെ ദൂരത്തെ ആകെ സമയം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടുന്നു? ശരാശരി വേഗത ലഭിക്കുന്നു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ചിത്രത്തിലേക്ക് വീണ്ടും പോവാം. രണ്ടാമത്തെ ഉദാഹരണത്തിൽ കാറിൻ്റെ ശരാശരി വേഗത നമ്മൾ കാണാം. എ മുതൽ എഫ് വരെ കാർ ആകെ എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ട്? 50 മീറ്റർ ദൂരം സഞ്ചരിച്ചിട്ടുണ്ട്. ഇത്രയും ദൂരം സഞ്ചരിക്കാനെടുത്ത സമയം എത്രയാണ്? 10 സെക്കൻഡാണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ശരാശരി വേഗത? സഞ്ചരിച്ച ആകെ ദൂരം ബൈ സഞ്ചരിക്കാനെടുത്ത ആകെ സമയം. അതെത്രയാണ്? 50/10, അതായത് 5 മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് വസ്തുവിൻ്റെ ശരാശരി വേഗത. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. സമവേഗവും അസമവേഗവും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. എൻ്റെ ഫോൺ നമ്പർ ഞാനിവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സി യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ ബൈ.